കമന്റ് ആയിരുന്നു. നമ്മുടെ ഫാമിലി ഹോട്ടൽ വെള്ളത്താരി എടുത്ത 96 അല്ലെങ്കിൽ ഇതേപോലെ വിരാന്റെ ഒക്കെ ഓരോ ഇവിടെ നോക്കിയേ ഇത് തോന്നുന്നില്ല നല്ല കേടേ ഇല്ല നമുക്ക്. ചക്ക കൊണ്ടുകൊടുത്തിട്ട് പറ്റേട്ടാ. ഞാൻ പറയാറുണ്ട് ഇവര് നന്നായി പഴുത്ത് കഴിഞ്ഞ് ഇങ്ങനെ തന്നെ ചെരിയും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അങ്ങോട്ടാ ഇത് നമുക്കുണ്ടല്ലോ ചക്ക ഇടണം. അപ്പൊ നമ്മുടെ ചക്ക ഇടാണ്ട പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇപ്പൊ കുട്ടികളൊക്കെ കല്യാണമായിട്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അവര് പോവാറായിട്ടുണ്ട്. അപ്പൊ അവര് ഇനിയിപ്പോ അവിടെ പോയി ചക്ക ഇടും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം അധികം മൂപ്പായിട്ടില്ലെങ്കിൽ 1-2 ചക്ക നമ്മള് ഇടാൻ പോവാട്ടാ. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ വട്ടട്ടാ നമ്മുടെ 3 വീഡിയോ വന്നു കല്യാണ വീഡിയോ. കമന്റ് ആർക്കും തന്നിട്ടില്ല. തുടക്കം 1-2 പേർക്ക് തന്നെ കൊടുത്തിട്ടുള്ളൂ. എല്ലാ കമന്റും ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എനിക്ക് സമയം കുറവില്ല കേട്ടാ. കാരണം എന്നോട് പണ്ടായിരുന്നു കല്യാണ വീഡിയോ എല്ലാം വിട്ടു തന്നോട്ടെ. അപ്പൊ അത് അടുപ്പിച്ചിട്ട് ആ വീഡിയോയിൽ ഇടായിരുന്നു. അപ്പൊ നമുക്ക് അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിട്ട് സമയം വേണം. നമ്മൾ ഇത്രയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പിടിക്കുന്ന വീഡിയോ അല്ലേ, അതിന്റെ ഇത്രയും ഭാഗം എഡിറ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇടുക. അപ്പൊ അങ്ങനെ ഒരു സമയക്കുറവ് ഉണ്ടായിരുന്ന കാരണമാണ് എനിക്ക് കമന്റിനൊന്നും ആർക്കങ്ങനെ മറുപടി തരാൻ പറ്റാതിരുന്നത്. ഇനി വരുന്ന എല്ലാ വീഡിയോ എന്താ പറയാ വീഡിയോകളുടെ കമന്റുകൾക്ക് ഞാൻ മറുപടി തരൂട്ടാ. അപ്പൊ ചക്ക ഇടണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ചട്ടികളൊക്കെ ആദ്യം മാറ്റി വയ്ക്കണം. അല്ലോ അല്ലു ഇട്ടല്ലോ ഇപ്പൊ ഭയങ്കര സങ്കടത്തില. എന്റെ പിന്നാലെ പേളി നടക്കാം. അവൾക്കാണെങ്കിൽ പേളീനൊന്നും തീരെ ഇഷ്ടല്ല. ഇവിടെ പേളി എന്റെ അടുത്തേക്ക് വരുന്നതാണ് ഇപ്പൊ ഓടിക്കൂടെ വന്നിരിക്കുന്നത്. എനിക്ക് പേളി അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഭയങ്കര മത്സരാ. അവള് കിടക്കണോക്കിയ അവളുടെ സ്നേഹം ഇങ്ങനെയാ. ചുക്കടു 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 എനിക്ക് പണിയുണ്ട്. പേളിനെ ഇഷ്ടല്ല കണ്ട. അയ്യോ വേണ്ട വേണ്ട വേണ്ടല്ലോ പാവം പാവം വേണ്ടല്ലോ പാവം പേളിനെ ഓടിപ്പിക്കണ്ടല്ലോ. പാവല്ലേ നമ്മുടെ പേളി. എന്റെ മോള് ഓടിപ്പിക്കല്ലേ. അവള് നിന്നോട്ടെ. പേളി അവിടെ നീങ്ങിനോ കണ്ട. അയ്യോന് ഭയങ്കര ദേഷ്യം. അവളെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ. തിമ്പേനെ പോലെ വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലുവിനതേ കിടക്കണോക്കിയപ്പോ അവളെ ഓടിപ്പിച്ചിട്ട് പേളി പാവം ബാക്കിൽ നിൽക്കാട്ട. അയ്യോ അപ്പൊ നമുക്ക് തോന്നിട്ടുണ്ടെങ്കിൽ ചട്ടികളൊക്കെ ആദ്യം മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് മിക്കവും വീഴ. അല്ലോ സ്വീകരിക്കോട്ടെ പേളീനെ. അവള് പാവണ്ടല്ലോ. നോക്കിയ അല്ലൂടെ കിടന്നിട്ട് ആ പേളീനെ അങ്ങോട്ട് നീക്കി നിർത്തി. നമുക്ക് ഇഷ്ടായി. അപ്പൊ ഞാന് അല്ലുവിന്റെ മുന്നില് പേളീനെ സ്നേഹിക്കുന്ന പോലെ കാണിക്കില്ല കേട്ടാ. ഞാന് പേളീനെ അങ്ങനെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാ അല്ലു പിന്നെ 2 ദിവസത്തേക്ക് ഭക്ഷണം വരെ കഴിക്കാൻ മടിയാവുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഇത്രയും ഭാഗത്ത് ചട്ടി മാറ്റിയാൽ മതി. അപ്പൊ ഞാനല്ല ഷായേട്ടനാണ് ചക്കീറിന്റെ ഷായേട്ടെ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചക്കിയില്ലേ അത് ഒറ്റടാട്ടെ ഷായിട്ടാ. നമ്മളെ തിണ്ടത്ത് കയറിക്കേണ്ടി വരും. കുളത്തിട്ടുണ്ട്. സൈഡില് മേലിക്കുന്നതായിരിക്കും. വീണു. വായിക്ക് ചട്ടി നീക്കി വെച്ചില്ലെങ്കിൽ ചട്ടികളൊക്കെ പോയേട്ടാ. അതടുണ്ട് ആ 3 ഒരെണ്ണോ. പക്ഷെ അത് പറ്റിയല്ലേ 3 കൂടി വീഴൂല്ലേ. അപ്പൊ 3 കൊള്ളാണ്ടോ. ആ ഒരെണ്ണിട്ടാ മതി. കൊളത്തണില്ലേ. ഇപ്പൊ കൊളത്തിണ്ട്. 2 ചക്ക അത് ഇത്തിരി ചക്ക അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ അല്ലു കയറിയിരിക്കണേക്ക് ചക്കയും കണ്ടപ്പോ ഓടിപ്പോയിട്ട് പേരമ്മ മണിയെ ചക്ക കൊണ്ടുകൊടുത്തിട്ട് പറ്റേട്ടാ. ഇതൊക്കെ നമ്മുടെ ജാതിയാട്ടാ. ഈ പ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ജാതിക്കായ. അപ്പൊ ഞാനിപ്പോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക കൊണ്ടുകൊടുത്തു. ഒരു മണിക്കൊരു പ്ലേറ്റ് കൂടി എടുത്തു. കാരണം നമ്മുടെ പേരക്കായ പൊട്ടിക്കാറായിട്ടുണ്ട്. ഞാനേ കവറിട്ട് നിർത്തിയൊക്കെ ഒറ്റ പേരക്കായ കിട്ടിയിരുന്നില്ല. ഈ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നിറച്ചേറ്റ് മുകളിൽ നിൽക്കുന്നത് മുഴുവൻ
കാരി ഇങ്ങനെ ഇടാണ്, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ താഴെ കൈ എത്രയോടത്തൊക്കെ ഞാൻ കവറിട്ട് നിർത്തി. ഈ കല്യാണത്തിന് നമ്മുടെ ഇവിടെ വന്ന കുട്ടികൾ പറയാണ്, അതായത് പാചകത്തില് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫുഡിന്റെ സർവ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള കുട്ടികള് ഇവിടേക്ക് ജ്യൂസ് അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയാ ചേച്ചി പേരക്കായ് പൊട്ടിക്കിട്ടെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആ സമയത്ത് മൂത്ത് നിൽക്കുന്നവരോട് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടാ. ഇത് അവരെന്നെ പറയാ ഇവിടെ ഇല്ലാത്തൊന്നും ഇല്ലാലേന്ന്. കാരണം അവര് നോക്കുമ്പോ ഇവിടെ ഓറഞ്ച് നിൽക്കണു, ഇവിടെ പേരക്കായ് നിൽക്കണു, പിന്നെ ചൈനീസ് ഓറഞ്ച് നിൽക്കണു. അപ്പൊ അവര് ചൈനീസ് ഓറഞ്ചൊക്കെ അവര് പൊട്ടിച്ചിട്ട് ജ്യൂസാക്കി കഴിച്ചിട്ട് അന്ന് തന്നെ നല്ല പഴുത്ത് നിൽക്കാൻ പറ്റി ഇതിനെ പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കവറിട്ട് നിർത്തിയത ഒരു പേരക്കായ് അതിൽ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കൊഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. കാരണം നന്നായി വലുതാവേ, നല്ല ടേസ്റ്റാണ് ഈ പേരക്കായ. നമ്മുടെ മുന്നത്തെ ഈ പേരക്കായ കാണിച്ചിട്ടുണ്ട്. കായോണ്ട് കൊമ്പ് നിലത്ത് മുട്ടി നിൽക്കണത്. അപ്പൊ അതും പേരക്കായ ഉണ്ടാവണത് ഒരു പേരമരം. അത് അത് നമ്മൾ കവറിട്ട് നിർത്തണതാണ് അവർ അത്രയും വലുതാവാത്തത്. നേരെ മറിച്ച് കവറിടാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി വലുതാവും. പെട്ടെന്ന് പഴുക്കാണ്. ആ കവർ ഇടുമ്പോ ഒരു അയറ് ബാക്കി ഇല്ലാണ്ടാവില്ല. അങ്ങനെ ചെറിയൊരു ഓട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതേപോലെ അപ്പുറത്തുണ്ടാവില്ല. പിന്നെ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ചിലപ്പോ ഇതുമ്മ നിർത്തി കഴിഞ്ഞാലേ ഈ ഒരു ടൈമിൽ നമുക്ക് അറിയാലോ നല്ല ഒരു എന്താ പറയാ പുളിരസമുള്ളൊരു ഇത് പക്ഷെ ഇത്തിരി കൂടി പഴുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ പേരക്കായുടെ വലിപ്പം അറിയണമെങ്കിൽ എന്റെ കയ്യിൽ വെച്ചറിയാം, വലിപ്പുള്ള പേരക്കായ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ റംബൂട്ടാൻ പൂത്ത് തുടങ്ങി. കാണാൻ പറ്റുമെന്ന് അറിയില്ല, റംബൂട്ടാൻ നന്നായി പൂത്തിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞ വർഷം നമുക്ക് റംബൂട്ടാൻ നന്നായി പൂത്തു കായ ആയെങ്കിലും കൂടിയിട്ട് നമുക്ക് കഴിക്കാനൊന്നും കിട്ടിയിട്ടായിരുന്നില്ല. കാരണം എന്താ പറയാ, അണ്ണാമാര് വന്ന് പെട്ടെന്ന് തന്നെ തിന്ന് തീർത്തിട്ടുണ്ട്. പാലിടാനൊരു ടൈമും കൂടി നമുക്ക് കിട്ടിയില്ല. കാരണം ചെറുതിലേ തന്നെ അവര് മുന്നിൽ തിന്നിട്ടുള്ള ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് തോന്നുന്നത്, ചെറുതിലേ തന്നെ അവര് വന്ന് തിന്നു തുടങ്ങി. അപ്പൊ ഈ വട്ടം പൂത്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ല, അത്ര അധികം കായ ഉണ്ടാവുന്ന റംബൂട്ടാണ് നമ്മുടെ. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറമ്പിൽ. പിന്നെ ഈ സംഭവം എന്താ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. നമ്മുടെ ചൈനീസ് ഓറഞ്ച് കാട്ടിയെന്നില്ലേ, അത് കഴിക്കണമെങ്കിൽ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചൈനീസ് ഓറഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഇതിട്ട് വേറൊരു തൈ അവിടെ വെച്ചിട്ടുണ്ട്, വലുതാറിന് നന്നായി കായ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോളം വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് കാബേജ് കോളിഫ്ലവർ അവിടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിലേക്ക് പോവാം. പിന്നെ നോക്കി നമ്മുടെ പൈനാപ്പിള് ഞാൻ പറയാറുണ്ട്, ഇവര് നന്നായി പഴുത്ത് കഴിഞ്ഞ് ഇങ്ങനെ തന്നെ ചെരിയും കണ്ടുമെന്ന്. നോക്കിയേ, അപ്പുറത്ത് നോക്കി പൈനാപ്പിൾ ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ, അത് കാട്ടിത്തരാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ പൊട്ടിക്കാൻ കിട്ടൂട്ടാ. ശരിക്കും പൈസ കൊടുത്തിട്ട് ഇപ്പൊ പൈനാപ്പിൾ മേടിക്കുന്ന പണിയേ ഇല്ല. ആരെങ്കിലും കുറച്ച് പേര് നമ്മളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടുണ്ടെങ്കിൽ മാത്രം ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിക്കുന്നല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ ഇപ്പൊ പുറത്തുനിന്നേ മേടിച്ച് കഴിക്കുന്നില്ല. നമ്മളവിടെ ഉണ്ടാവുമ്പോഴത്തെ കഴിക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ പറമ്പിലായാലും ഇതൊക്കെ നമ്മുടെ കോളിഫ്ലവർ. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ കല്യാണ വിശേഷങ്ങളും കല്യാണ വീഡിയോകളൊക്കെ മാത്രം വിടുമ്പോഴേ എല്ലാവർക്കും പച്ചക്കറി കാണാനായിട്ട് എനിക്ക് കമന്റ് വന്നു, ഇതാ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിക്കിട്ടാന്ന്. അതാണ് ഞാൻ ഇന്ന് പ്രത്യേകതയായിട്ട് എല്ലാവരും കാണിക്കണേ. പിന്നെ ഇത് നമ്മുടെ കോളിഫ്ലവർ, ഇവിടെ കണ്ട കോളിഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറ്. പേളി, നീ നടക്കുമ്പോ ശ്രദ്ധിച്ച് നടക്കട്ടെ പേളി. നമ്മുടെ പയറ് കേട്ടാ. നമ്മുടെ ക്യാരറ്റിന്റെ ഇടയിലും ഒക്കെ നിറച്ച് ചീരയാണ് മുളച്ച് നിൽക്കണേ. ചീരയാണ് ശരിക്കും നമ്മൾക്ക് നോക്കാതെ ഉണ്ടാവുന്ന ചീരയാണ്. അതൊക്കെ നമ്മുടെ ബ്രൊക്കോളിയും ക്യാബേജിനെയാണ് കേട്ടോ അവിടെ നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചൈനീസ് ക്യാബേജ്. പിന്നെ ഇതൊരു വേറെ തരത്തിലുള്ള ഒരു ക്യാബേജിന്റെ ജനത്തിൽ പറ്റുന്ന ഒരു സംഭവമായിട്ടാ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് നട്ടോക്കണേ. അപ്പൊ ഇതിന് കായ ആവട്ടെ, കായാണ് എലിയാണ് ഉപയോഗിക്കാന്ന് എനിക്ക് അറിയാം.
മേസ്ത്രീ നമ്മൾ അന്ന് മേടിക്കുമ്പോ അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ചോദിക്കണം ഇത്ര വലുതായില്ലോ ഇതെന്തോ ഉപയോഗിക്കാന്നുള്ളത്. നമ്മുടെ അവിടെ ഉണ്ടാവണതല്ല, പുറത്തെ ഒരു എന്താ പറയാ അതിൽ പെട്ടിട്ടുള്ളതാണ്. എനിക്ക് അതത്ര കാര്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മുടെ ഉള്ളി, നമ്മുടെ ചുവപ്പ് ചീര, ഉള്ളിയുടെ ഇതൊക്കെ എടുത്ത് തോരൻ വെക്കാറായിട്ടുണ്ട്. പിന്നെ ഇത് നിൽക്കുന്നത് നമ്മുടെ ഇതായിട്ടാ ബീറ്റ്റൂട്ട് കണ്ട. ഈ ബീറ്റ്റൂട്ടിന്റെ ഇടയിൽ നിൽക്കുന്നത് ഒന്നും പുല്ലല്ല, അതൊക്കെ ചീരയാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറിച്ചു കളയും. ഇതൊക്കെ ഇനി എനിക്ക് എന്താ പറയാ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളാണ്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറമ്പിലത്തെ കുറെ വിശേഷങ്ങള്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര എഴുതി തുറക്കട്ടെ. നമ്മുടെ ഈ ചീരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കതിര് വന്നു, അപ്പൊ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കതിര് വന്ന ചീരകളാണ് നമ്മുടെ കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറുട്ടാ. കാരണം അവർക്കും ഈ വേനൽക്കാലത്ത് ഇങ്ങനത്തെ കഴിക്കുമ്പോഴേ കേടുകൾ കുറയേ, അല്ലെങ്കിൽ ഈ ചൂട് കൂടുമ്പോ അവർക്കും പല അസുഖങ്ങളും വരും. നമ്മളിങ്ങനെ കൊടുക്കണ കാരണം നമ്മുടെ കോഴികൾക്ക് അങ്ങനെ കേടില്ല. എത്രയും മതി അവർക്ക്. ഓരോ ദിവസം നമ്മളിങ്ങനെ കുറേശ്ശെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോപ്പ് ചീര അരിയാണ്ട്, അത് നമുക്ക് വീട്ടുകാർക്ക് എടുക്കാനായിട്ട്. എന്തേ എന്തേ ചീര കൊണ്ടുവരും കണ്ട. ഇനി എന്റെ അപ്പ അവിടെ വരെ നടക്കൂട്ടാ. വായോ വായോ വായോ, എല്ലാരും വായോ. എല്ലാവർക്കും ഉണ്ട് ട്ടാ. തിന്നോ. വാ വാ. ഇവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചീര എത്ര കഴിച്ചാലും മടുപ്പില്ലാട്ടാ. ഭയങ്കര ഇഷ്ടമാണ് ചീര, വാഴപ്പിണ്ടി, ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവർക്ക്. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് എന്താ പറയാ ചോപ്പ് ചീര വരിക നമുക്ക്. പേളി പേളി പിന്നെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ചോപ്പ് ചീരയെ അരിയേണ്ട ടൈം കഴിഞ്ഞു വിട്ട് നമ്മുടെ. ഞാനാണെങ്കിൽ ഈ വട്ട കതിര് വരാണ്ട് കുറേ നാളെ അരിഞ്ഞെടുക്കണം വിചാരിച്ചതായിരുന്നു. ഇതിൽ ചെറുതായിട്ട് കതിര് വന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല ഒരു കേടും ചേട്ടാ, നല്ല ഫ്രഷ് അല്ലായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചീരകള് നല്ല വെയിൽ കിട്ടുന്ന കാരണം അങ്ങനെ കേടുകൾ വരാത്ത. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ചീരയുടെ എല്ലാം ഇങ്ങനെ ചുരുളാണ്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ഇല്ല. എന്താ പറയാ ചെയ്യണ കാര്യം എന്ന് പറയുന്നത്, നമ്മള് പച്ചച്ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് കലക്കിയിട്ട്. പിന്നെ അതേപോലെ നല്ല വെയിലും കിട്ടുന്നുണ്ട് അവർക്ക്. അവർക്ക് കേടുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. കേട് ഉള്ളതായിട്ട് തോന്നണില്ല, നല്ല കേടേ ഇല്ല നമുക്ക്. ഞാനിത് ഫുൾ അരിയുന്നുണ്ട്, കാരണം നമ്മുടെ ഇവിടെ എന്താ പറയാ ചേട്ടന്മാരുടെ വീട്ടിലേക്കൊക്കെ ചോപ്പ് ചീര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും ചോപ്പ് ചീര അരിഞ്ഞെടുത്തുട്ടാ. ചോപ്പ് ചീര ഇടയിൽ നല്ല ഇലകളാണ്. ഞാൻ പറഞ്ഞല്ലോ ചോപ്പ് ചീരകൾ കുറെ തൈകൾ മുളയ്ക്കുന്നെന്ന്, തന്നെ അത് കാട്ടിത്തരതാ. നോക്കിയേ, നമ്മുടെ ബീറ്റ്റൂട്ട്, 'ന്റെ ഇടയിലേക്ക് കേട്ടാ, ചോപ്പ് ചീരയുടെ തൈകളാണ്.
ഒന്നും നമ്മൾ നടണതല്ല, ഇവരിങ്ങനെ കണ്ണ് മുളച്ച് അതിൽ നിന്നാണ് നമ്മള് ഈ ചോട്ടുചീര തൈകളൊക്കെ നട്ടിട്ടുള്ളത് കേട്ടാ. തൈകൾ അതിന് എടുത്തു പറയേണ്ടി വരും. അതേപോലെയാണ് അതേ ഇപ്പുറത്ത് നോക്കിയാലും നോക്കി പച്ചച്ചീരയും ചോപ്പുചീരയും ഇതേ അല്ല. അപ്പൊ നമ്മള് ഓരോ ഭാഗം ഇപ്പൊ ഞാൻ കോഴികൾക്ക് അവിടെ മുന്നേ ഇടിഞ്ഞപ്പോ കണ്ടു, അവിടുത്തെ കുറച്ച് ചീര ഭാഗം പോയി അവിടെ ചീര കൊണ്ട് നട്ടു. അപ്പൊ ചീര എപ്പോഴും ഉണ്ടാവും നമുക്ക് വീട്ടിലാക്കി. പേളിയെ പേളിയെ നിനക്ക് തണവുണ്ടാ? നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ ഭയങ്കര മൂടല് പോലെ കേട്ടാ. ഒരു വെയില് പിന്നെ ഒരു തണുത്ത കാലാവസ്ഥയൊക്കെ ആയിട്ട് വരും. പിന്നെ നമുക്കൊരു കാര്യം പറയട്ടെ ഞാൻ. അതായത് നമ്മുടെ കല്യാണ വീഡിയോ വന്നപ്പോ നമുക്ക് വന്ന കമന്റ് ആയിരുന്നു, നമ്മുടെ ഫാമിലി വീഡിയോയിൽ വെള്ളക്കാരി എടുത്ത പെൺകുട്ടി ആരാന്നുള്ളത് കേട്ടാ. അപ്പൊ അത് ഞാൻ പറയാൻ ആരാന്ന്. അപ്പൊ അതിന് മുന്നേറ്റ് ഞാൻ എന്താ പറയുക, കൂടുതൽ മുന്നേ തന്നെ പറയാണ്ടിരുന്ന കാട്ടെന്ന് പറയുന്നത്, നമ്മള് പറയാം, ഞാൻ എന്താ പറയാ, ഒരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. അതിപ്പോ ഞാന് എന്റെ ചായട്ടിലാണ്, എന്റെ മകനാണ്, മൂത്താള് രണ്ട്, അങ്ങനെ നമ്മുടെ ഫാമിലിയുടെ പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയാത്ത കാരണം ആണ് ഞാൻ അതെടുത്ത് പറയാണ്ടിരുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തായാലും അറിയാം മക്കളൊക്കെ ഞാൻ അങ്ങനെയാണ് കാറ്റുവെക്കുന്നത്. ഇപ്പോഴായാലും നമ്മുടെ കല്യാണ വീഡിയോ വന്നപ്പോഴായിട്ട് കുറെ പേര് അത് നമ്മുടെ ഫാമിലി വീഡിയോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇത് അലർജിയുടെ മക്കളെ കൊണ്ട് കണ്ടോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ വീഡിയോയില് നമ്മുടെ ഫാമിലിയില് ഒരാളുകൾ കൂടുതൽ കണ്ടപ്പോ പലരും എന്നോട് ചോദിച്ച കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതായത് നമ്മുടെ വീട്ടിലേക്ക് നാളെ വരാൻ പോണൊരു പെൺകുട്ടിയാണ് അവള്. അപ്പൊ അതായത് ഇപ്പോഴൊന്നും ഇല്ലാത്ത കല്യാണം. അതായത് എന്റെ മൂത്ത മകൻ ആര്യനുണ്ടല്ലോ, അവന്റെ കുട്ടിയായിട്ടാണ് അവള് വരിക. അപ്പൊ ഞങ്ങള് ഫാമിലികൾ തമ്മിൽ അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഇനിയിപ്പോ ഇപ്പോഴൊന്നും കല്യാണം ഉണ്ടാവില്ല, രണ്ടുപേരും പഠിക്കുകയാണ്. അവരൊക്കെ പഠിച്ച് അവര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പഠിച്ച് ഞങ്ങൾക്കൊരു ജോലിയായി കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പറയാം, അപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്തായാലും ഈ അടുത്തൊന്നും കല്യാണമൊന്നും ഇല്ല. അപ്പൊ എന്താ പറയാ, കാരണം കുറെ പേര് എന്നോട് കമന്റ് കൂടിയൊക്കെയാണ് ചോദിച്ചോണ്ട് ചേച്ചിക്ക് എത്ര മക്കളാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് രണ്ട് ആൺകുട്ടികളുള്ളൂ എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളും കൂടി കാണുമ്പോ അങ്ങനെ ചോദിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം എന്റെ ഫാമിലിയിലെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഒരു വിശേഷമുള്ളോട്ട് പറയാനായിട്ട്. ഇനിയിപ്പോ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പറമ്പിലേക്കാനും പോകണം. ആ പറമ്പിൽ ഞാൻ കാട്ടുകരപ്പ് എങ്ങനെ എടുക്കണെന്നുള്ളത് പിന്നെ അവിടെ പോകാം. അയ്യോ, അതിനുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട്. അപ്പൊ അതായത് അനിത പ്രേമിന്റെ മകൻ പ്രജിത്തിന്റെ ബർത്ത്ഡേ ആണ് ജനുവരി 25, അതായത് നാളെയായിട്ടാണ്. അപ്പൊ ഉണ്ണി എന്ന് വിളിക്കുന്ന പ്രജിത്തിന് ആന്റിയുടെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് കുറച്ച് മുളകൊക്കെ പൊട്ടിക്കണം, പിന്നെ മുളക് കൂടി എടുക്കട്ടെ. കുട്ടികളെ പോരാട്ടാ. എന്നാലും അവർക്ക് ചീരക്ക് ഇട്ട് കൊടുത്തിട്ടേ വയറ് നിറഞ്ഞിട്ടുള്ള കാരണം വലിയ ബഹളമൊന്നുമില്ല കേട്ടാ. അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ പറയാ, അവിടേക്ക് പോകുമ്പോ കുറച്ച് കയറ് കൂടി കൊണ്ടുപോകുന്നുണ്ട്. കണ്ട ഷൈഡ് ഇതേപോലെ ഒരു വലിയൊരു കെട്ട് കയറ് മേടിച്ചോണ്ട് നോക്കണേ. അപ്പൊ നമ്മൾ കയറ് മേടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് കൂടുതൽ മേടിക്കട്ടെ. കാരണം എന്താണെങ്കിൽ നമുക്ക് പന്തലൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ കയറ് മേടിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കയറിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി വലുതായിട്ടുണ്ടല്ലോ, അത് നമ്മളൊരു തക്കാളി ഇങ്ങനെ കാട്ടിയാന്നുണ്ടായിരുന്നില്ലേ, കമ്പിക്ക് വെച്ച് കയറ് കെട്ടി കെട്ടി പോണത്. ആ തക്കാളി ഒന്നും കൂടി വലുതായിട്ടുണ്ട്. ഇപ്പൊ കല്യാണമൊക്കെ ആയിട്ട് അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അവർക്കൊന്ന് വീട് എടുക്കാണ്. അപ്പൊ അവർക്കൊന്ന് കെട്ടി കൊടുക്കണം. കുറച്ച് കയറെടുക്കട്ടെ. അങ്ങോട്ട് പോട്ടെ. സിംബുട്ടാ സിംബുട്ടിരിക്കണേ കയറ്റി പിടിച്ചിട്ടിരിക്കുന്ന ആള്. സിംബുട്ടാ, ഞാൻ പോണോണ്ടിട്ടാണോ മുഖത്തിന് തെളിച്ചില്ലാത്ത? ഇപ്പൊ വരാട്ടാ. പല്ലുവിന്റെ പോലെയാ ഇവനെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫോണ് കാണിപ്പിച്ചും തുടങ്ങും കരച്ചിലും ബഹളം. വരാ. നല്ല കുട്ടിയായിട്ട് ഇരുന്നോട്ടാ. നോക്കി നമ്മുടെ മുളക് കേട്ടോ, കുറേ മുളക് പൊട്ടിക്കാനുണ്ട്. ഇപ്പൊ കുറച്ച് ഒരാഴ്ചയായിട്ട് മുളക് പൊട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുളക് പഴുപ്പില് മാത്രല്ല ഇതിമേലെ നിന്ന് ഉണങ്ങിയ പോലെ നിൽക്കണേ. എന്താ നോക്കുമ്പോ അറിയാം നമുക്ക് ഇങ്ങനെ ചുളിഞ്ഞ പോലെ ആയി പഴുപ്പ് കൂടിയിട്ട്. മുളക് കൂടെ നിൽക്കട്ടെ. അതിന് മുന്നേ നമ്മൾ തക്കാളിക്ക് കയറ് കെട്ടി കൊടുക്കാം ആദ്യം, എന്നിട്ട് പിന്നെ മുളക് പൊട്ടിക്കാട്ടാ. അപ്പൊ തക്കാളി നോക്കിയേ,
എന്താ തക്കാളി ഒക്കെ വീണു എന്നുവെച്ചാ ഒന്ന് ശ്രദ്ധിക്കില്ല ഒത്തിരി കുറഞ്ഞു. അല്ലെങ്കിൽ ഇതേപോലെ വിരാണ്ട് ഒക്കെ ഓരോ സ്റ്റെപ്പ് കയറ് കെട്ടി അങ്ങനെ കൊടുക്കായിരുന്നു. കണ്ട നല്ല നീളം വന്നിട്ടുണ്ട് ഇവരെ. ഈ അറ്റം വരെയും കണ്ടത് എല്ലാവരും വീണെടുക്ക. പക്ഷെ എല്ലാത്തിനും തക്കാളി ആയിട്ടാ. തക്കാളിയുടെ അലേമ തൊടുമ്പോഴേ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. നമ്മൾ അവിടെ നിന്ന് സ്പ്രേയും വെച്ച് കൊടുക്കുന്നായിരുന്നില്ല. ഇതിന്റെ കൂമ്പ് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല മാങ്ങ വീണപ്പോ നമ്മുടെ മാമ മാങ്ങ വീണ് തുടങ്ങി. ചേട്ടനാ തോന്നുന്നു കൊമ്പ് ഒടിഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ തക്കാളിയും കായായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ കയറ് കെട്ടാം. ഇതാ പേളിയൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ കേട്ട് നടക്കണ്ട്. ഉള്ളിലേക്ക് ഒടിക്കാവോ? പേളിയും താമ്പ്രിയും നമ്മുടെ അമ്പ്രൂസും എല്ലാവരും ഉണ്ടെന്ന്. ഇതെങ്ങനെ കണ്ടാവോ ഇവരെല്ലാവരും ഞങ്ങൾ വരുന്നത്. നമ്മള് ഒരു ഇത്തിരി വെറും രണ്ട് മൂന്ന് 4 ദിവസമാണ് എനിക്ക് ശരിക്കും ഇവരുടെ അടുത്തേക്ക് തീരെ വരാണ്ടായതിട്ടാ. നനച്ചായിട്ട് ഇങ്ങനെ വേഗം കൊടുക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ തീരെ 4 ദിവസം കൂടി കടന്നിട്ടുമില്ല. അതിൻ്റെതായ ഒരു മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടി ആകുമ്പോൾ ഒരാൾ നനയ്ക്കുമ്പോ വല്ല കേടുകളൊക്കെ വരുന്നോന്ന് ഞാനിങ്ങനെ പതുക്കെ നോക്കും, അല്ലെങ്കിൽ ഷായിട്ട് നോക്കും. അങ്ങനെയൊക്കെ പറ്റിയിരുന്നു. പക്ഷെ കട്ടൊന്നും പറ്റിയില്ല. അതിൻ്റെതായ ചെറിയൊരു ക്ഷീണം നമ്മുടെ തക്കാളിക്ക്. ക്ഷീണല്ല, ഈ കട്ട കുത്തി കിടന്നത് മാത്രം. നമ്മൾ നല്ല ഭംഗിയിൽ വളർത്തിക്കൊണ്ടിരുന്ന നമ്മൾ വിചാരിച്ചതായിരുന്നു. എന്തായാലും സ്റ്റെപ്പ് കയറി കെട്ടി കൊടുക്കട്ടെ ഏട്ടാ ഞാൻ. നമ്മുടെ തക്കാളിക്ക് ഇല്ലാതേട്ട ഇതേപോലെ കയറക്കം കെട്ടുമ്പോഴേ ഞാൻ മുളകിൻ്റെ പറയാറില്ലേ, മുളകിൻ്റെ കൊമ്പ് പെട്ടെന്ന് ഒടിയുന്നു. അതേപോലെ തക്കാളിയുടെ കൊമ്പ് ഒടിയല്ല, പക്ഷെ ഒരു ചതവ് പോലെ വരിക. അപ്പോൾ അതായത് ഇവരെ തണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ശേഖരിക്കുന്ന ഒരു തണ്ടാണ്. വെള്ളം കുറവായിട്ടോ തക്കാളിക്ക് വേണ്ടോ, പിന്നെ എന്നാലും അധികം വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ചതച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വളർച്ച റെഡിയാവില്ല. അപ്പോൾ അത് കാരണം നന്നായിട്ട് ശ്രദ്ധിച്ച് സ്ലോവിൽ തന്നെയായിട്ട് നമുക്ക് കയറൊക്കെയും ആ തണ്ടുമ്പോൾ കൊള്ളാത്ത വിധത്തിൽ വേണം കെട്ടിയെടുക്കണമെങ്കിൽ. ആ സൈഡിൽ നമ്മൾ ഒരു കയറ് കെട്ടി, ഇനി അതേപോലെ തന്നെ ഈ സൈഡിലും ആദ്യം കെട്ടി കൊടുക്കണം. പിന്നെ ഇടയിൽ ഒരു കയറ് കെട്ടി കഴിഞ്ഞ് ഇവര് നമുക്ക് ശരിയാക്കി എടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. നമ്മുടെ തക്കാളിക്ക് നോക്കിയേ കയറ് കെട്ടി കൊടുത്തുട്ടാ. ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാ മതി. അപ്പൊ ഞാനേ നമ്മുടെ മുളകൊക്കെ പൊട്ടിക്കുന്നേക്കാളും മുന്നായിട്ട് നമ്മുടെ ഈ പറമ്പിലത്തെ കാബേജും കോളിഫ്ലവറൊക്കെ എത്രത്തോളം കാട്ടിത്തരാട്ടാ. നമ്മുടെ ഇവിടുന്ന് കാട്ടിത്തരാട്ടാ. നമ്മുടെ മധുരക്കിഴങ്ങ്, ഇത് മധുരക്കിഴങ്ങാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ അവിടുത്തെ പറമ്പിലായത് നിറച്ച് ചീര ഞാൻ കാട്ടിത്തന്നു മുളയ്ക്കുന്നത്. ഈ പറമ്പിൽ അതായിട്ട് ഇതേപോലെ തന്നെ നിറച്ച് ചീര മുളച്ചു തുടങ്ങി. എനിക്ക് മധുരക്കിഴങ്ങിന്റെ ഉള്ളിൽ നല്ല പച്ചച്ചീര തൈകളാണ്. അതേപോലെ തന്നെ ഇവിടെ മറ്റേ ആനവണ്ടി ഉണ്ടായിരുന്നില്ലേ, നല്ല വലിപ്പുള്ളത്. ആ വണ്ടിയുടെയിലും വിത്തൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നല്ല മുളച്ചില്ല. അത് നമ്മൾ പറിച്ചു കളയണില്ല. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ പയറിട്ടാ. പയറുമ്മയ്ക്ക് തിരി നീട്ടി തുടങ്ങിയിട്ടുള്ള ഈ പയറൊക്കെ. പിന്നെ നമ്മുടെ എന്താ പറയാ സബോള നോക്കിയേ കണ്ട. ഞാനിതോടെ കാട്ടി തന്നിട്ടായിരുന്നു. നല്ല നീളത്തില് നല്ല തണ്ടുകളാണ്. ഇതിന്റെ ഇടയിൽ ഇതാ ചീര വാസ്തുക്ക്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഉള്ളി. ഉള്ളിയുടെ ഇടയിലത്തേക്ക് ചീരയുടെ അങ്ങനെ വണ്ണം നോക്കിയ സ്ട്രോങ് ആണ്. അതേപോലെ ഇലയുടെ വലുപ്പം നല്ല ഹൈറ്റ് വരും. ഇതേ വളർച്ചയിൽ ഹൈറ്റ് വരും. ഇപ്പൊ അരിയാണെങ്കിൽ കുറച്ച് കൊമ്പും ചിരിയായിട്ട് വരും. അതല്ലെങ്കിൽ അത് ഇനി കൂടി നന്നായിട്ട് പോവുള്ളി. അപ്പൊ ഇത് ഉള്ളിട്ടാ. പിന്നെ ഉള്ളിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ വൈലറ്റ് ക്യാബേജ്. എന്ത് നടായാലും ചീരനെ പറയാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. വൈലറ്റ് ക്യാബേജ് ഇട്ടാ. ചെറുതായിട്ട് ഈ ക്യാബേജിലൊക്കെ ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് ക്യാബേജിന്റെ. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ബ്രൊക്കോളി ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടാ. എന്നാ അവിടെ ഉണ്ടാവേണ്ട ഒരു വളർച്ച എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബ്രൊക്കോളിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ ഇട്ടാ. ഞാൻ നമ്മുടെ അവിടുത്തെ പറമ്പില് കോളിഫ്ലവർ ഉണ്ടായിട്ട് കാട്ടിയാണില്ലേ, ഇവിടത്തേക്കും കോളിഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്.
ഇതൊക്കെ കോളിഫ്ലവർ ആണ്. കണ്ട, ഇതിലെ കോളിഫ്ലവർ ആയി തുടങ്ങി. ഒരു അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും ഇതിലും നന്നായി വലുതായിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായി വലുതാവും കേട്ടോ. അപ്പളെ പൊട്ടിക്കാറാവുള്ളൂ. ഇത്രയ്ക്ക് കോളിഫ്ലവർ ആയിട്ടുണ്ട്. ഈ കോളിഫ്ലവറിന്റെ ഇടയിൽ നോക്കി ഉണ്ട് ചീര. പിന്നെ ഇതൊക്കെ നമ്മുടെ ക്യാബേജ്, സാധാരണ ക്യാബേജ്. പിന്നെ ക്യാബേജിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ചൈനീസ് ക്യാബേജ്. അപ്പൊ നമ്മുടെ ഇതിന്റെയൊക്കെ ഇടയിൽ ചെറുതായിട്ട് ഇവിടെ പുല്ലൊക്കെ ഉണ്ട്. നമുക്കൊരു 4 ദിവസം ഒന്നും 4 ദിവസം കല്യാണമായിട്ട് പോയി. പിന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടാ, നമ്മുടെ ഇവിടെ ഇതുണ്ടായിരുന്നു, എന്താണെന്നറിയോ, കൊത്തമര. അന്നൊക്കെ കെട്ടിട്ടതേ മോള, ഇപ്പോഴും ഉണ്ടാവും മോള. കൊത്തമര നല്ല നീളം വന്നിട്ട് നമ്മൾ കയറി വെച്ചിട്ട് അതിലേക്ക് പടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊത്തമരയുടെ എന്തോ എന്തെങ്കിലും ഒരു കൊത്തമര താഴെ വീണിട്ടുണ്ടാവണം. നോക്കിയേ, കണ്ടാ ഒരു തൈ ഇതാ മുളച്ചോ നോക്കണു. അതിന്റെ അടിയിൽ തന്നെ നോക്കി കൊത്തമര ഉണ്ടായിക്കൊണ്ടിരിക്കണു. കണ്ടാ, ഇങ്ങനെ പറയാറില്ലേ, നമ്മുടെ പറമ്പില് തന്നെ മുളച്ച് വരുന്നതാണ് കൂടുതല് എന്താ പറയാ ഉണ്ടായി കിട്ടാറ് നമുക്ക് കിട്ടാ. ഇനിയിപ്പോ നമ്മുടെ മുളക് പൊട്ടിക്കുക അതൊക്കെയാണ്. പിന്നെ അതിന് മുന്നേ വേറെ ഒരെണ്ണം കാട്ടി തരാം കേട്ടാ. അതായത് കപ്പലണ്ടി. നോക്കിയേ, ഇതൊക്കെ കപ്പലണ്ടി നമ്മൾ നട്ടത്. എല്ലാം മുളച്ച് വന്നിട്ടുള്ളൂ. എന്താ പറയാ, കുറച്ച് ദിവസമായിട്ടുള്ള ഒരാഴ്ചയായിട്ടുള്ള നട്ടു തുടങ്ങിയിട്ട് കേട്ടാ. അതിന്റെ ഇടയിലായാലും പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ചീര തന്നെ. എവിടെ എന്ത് നട്ടു അത് നട്ടി ചീര. എന്തോരം ചീര എന്നറിയ മുളയ്ക്കുക. ഇപ്പൊ കിട്ടാണെങ്കിൽ പിന്നെ വഴുതിരിങ്ങ നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് ചീര നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മുടെ മുളക് പൊട്ടിക്കാം. പിന്നെ നമ്മുടെ നോക്കി ചതുരപ്പയറൊക്കെ ഉണ്ടായിട്ട് ആ ഒരു കാലാവധി കഴിഞ്ഞു തുടങ്ങി. പിന്നെ എന്തോ ഒരു ചെറിയ ഉണക്കം പോലെ വരുന്നുണ്ട് ഒരു വള്ളിക്ക്. പക്ഷെ എന്നോട് പറഞ്ഞ് ചതുരപ്പയർ കുറെ നാള് നിൽക്കുന്നു. ഇപ്പൊ ചോറുകളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ വീട്ടിൽ പുയ്യത് പൊടിച്ചുണ്ടാവും നോക്കണട്ടാ. അയ്യോ, ഉളിർവ് കൂടെ ഇതൊക്കെ ചള്ളാ. ഇതൊക്കെ നമുക്ക് ഉപ്പേരിക്ക് പൊട്ടിച്ചുകൊണ്ടുവാ ഉള്ളൂ. പിന്നെ നമ്മുടെ നിത്യവൈദ്യുതി അത് പുതിയൊരു കടയിലുണ്ടായിരുന്നു, അത് കേട്ടില്ല കേട്ടാ. നിത്യവൈദ്യുതി നമ്മുടെ ആ മുന്നത്തെ നിത്യവൈദ്യുതിക്ക് ഏതാണ്ട് കഴിഞ്ഞു. അപ്പൊ അപ്പോഴേക്ക് നമ്മൾ വേറെ ഒന്ന് പുതിയത് വെച്ചെടുക്കുക. പിന്നെ നമുക്ക് മുളകും പൊട്ടിക്കണം പോകുമ്പോ കുറച്ച് കണ്ണിമാങ്ങകളൊക്കെ വീണെടുക്കുന്നുണ്ട്. നമ്മുടെ മാമത് മാങ്ങിണ്ടായിരുന്നു കാട്ടിയതായിട്ടാ. അപ്പൊ കുറെ കണ്ണിമാങ്ങകൾ വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതെ എനിക്ക് കണ്ണിമാങ്ങകൾ കൊഴിയണേ. അത്യാവശ്യം വലിപ്പുള്ള കണ്ണിമാങ്ങകളായിട്ട് എന്താ പറയാ കൊഴിയണത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ നടുമ്പുറത്ത് ഉപ്പിലിടാം. പിന്നെ കണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റാട്ടെ ഈ മാങ്ങയ്ക്ക്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ലേ, അപ്പോഴേക്ക് എന്തിനാ വലുതാവണേ. അതേപോലെ ഇവിടെ കണ്ണിമാങ്ങ കണ്ട. പിന്നെ കുക്കമ്പർ നമ്മള് നട്ടിട്ട് ചെറിയ കായ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പന്ത്രണ്ടാണൊന്നും പറ്റിയില്ല കേട്ടാ. അത് നിലത്താണ് കായ ഉണ്ടായി നിൽക്കണേ. അത് കാട്ടിത്തരാം കേട്ടാ. നമ്മുടെ ഉള്ളിയും കാബേജും ഒക്കെ നിൽക്കണതിന്റെ അടുത്ത് തന്നെയായിരുന്നു. അത് വിട്ടുപോയി കാട്ടിത്തരാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയാ പേളി കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഉള്ളിക്കടയൊക്കെ അല്ലേ ഇങ്ങനെ അണിഞ്ഞു കിടക്കണേ. ഇതാണ് നമ്മുടെ എന്താ പറയാ കുക്കമ്പർ. കണ്ട, ആദ്യമായിട്ട് ഞാനിങ്ങനെ കുക്കമ്പർ പന്തലിടാണ്ട് അവർ നിലത്തുണ്ടാവാൻ ഉണ്ടായി തുടങ്ങിയത്. നമുക്ക് പന്തലെ കമ്പീരിന്റെ കൂടെ കൊണ്ടുവച്ച് 4 വടി കുത്തി കൊടുക്കാൻ മതിയായിരുന്നു. അത് അത്രയും കൂടി ഒരാഴ്ച തീരെ നമുക്ക് തിരക്കുകളായിരുന്നു. കാരണം നമുക്കറിയാം കല്യാണത്തിന്റെ ആ ഒരാഴ്ചയിലായിരുന്നു നമുക്ക് തെങ്ങേറാൻ വന്നത്. അതേപോലെ പൊതിച്ചോറ് കൊടുത്തിട്ട് ആഴ്ചയിലെ പൊതിച്ചോറിന്റെ വീഡിയോക്ക് വരൂട്ടാ. പിന്നെ ഇത് ബത്ത കണ്ടിവിടെ ഇടയിലൊക്കെ പുല്ല് മുളച്ചു. നല്ലൊരു പണി ഇവിടെ കിടക്കുന്നുണ്ട് എനിക്ക്. ഒരു ദിവസം വന്ന് എന്റെ ഇടയിലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ച് വൃത്തിയാക്കണം. അപ്പൊ ഇതിന്റെ ഇടയിലായാലും കണ്ട ചീരകൾ മുളയ്ക്കണത്. അവിടെ ഈ ചീരയുടെ ഇല കണ്ടറിയാം നമുക്ക്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ചീരയാണ്. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊട്ടിക്കാം. നാളികേരം വീടുണ്ട്, അർബാനിക്കായിട്ട് വരുന്നൊരു ദിവസം. നമ്മള് കടന്നു വരുമ്പോഴാണ് ഞാൻ അവിടുത്തെ മുളക് പഴുത്ത് വെച്ചിട്ട് കാട്ടിയത്. നമുക്കറിയാലോ, നമ്മുടെ ഈ പറമ്പിൽ ഈ ഒരു അറ്റത്ത് മുളക് തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളകുകള്, കാരണം അവിടുത്തെ മുളക് ഞാൻ കാട്ടിയെന്നില്ലേ, അത് പൊട്ടിക്കേണ്ട ടൈം കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഉണങ്ങി തുടങ്ങി. ഇതിനെ നിർത്തി ഉണക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുളക് കട ഉണങ്ങിപ്പോ. ഇപ്പോഴേ തന്നെ നമുക്ക് ഇത്രയും
മുളക് ഇടുമ്പോ നിന്ന് ഉണങ്ങിയപ്പോ തന്നെ നമുക്ക് ഈ ചെടീനെ കാണുമ്പോ കണ്ട ഒരു പോഷകമൊന്നും ഇല്ല, അതായത് ഒരു ആരോഗ്യമില്ലാത്ത പോലെയായി തുടങ്ങി. അത്രയും ബാധിക്കും പെട്ടെന്ന് മുളകിനെ നമ്മൾ ഇതുമ്പോൾ നിർത്തിയിട്ട് ഇങ്ങനെ വാട്ടി തുടങ്ങിയില്ലെങ്കിൽ. ഇത് നല്ല പഴുപ്പാവുന്ന സമയത്ത് തന്നെ പൊട്ടിയെടുക്കണം. ഒന്ന് നോക്കിയേ, മുളകും കടി തന്നെ വാടി തുടങ്ങി. അതല്ലെങ്കിൽ നമ്മളെ ഓരോ വട്ടങ്ങനെ മുളക് പൊട്ടിക്കും, തീരെ കടക്കിലേക്ക് കുറച്ച് ചാവതും കോഴിക്കാട്ടോ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അവർ വീണ്ടും ഉണ്ടാവും. ഇതാക്കി എടുക്കാട്ടത് ഇത് നോക്കി നോക്കി പച്ച നിൽക്കണേ എന്താ നിൽക്കണുണ്ട്. വേഗം തന്നെ ഇന്നൊക്കെ ഇത് പൊട്ടിച്ചെടുത്ത് നാളെ ഇവരെ കടക്കിലേക്കുള്ള കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുത്ത് വേഗം നമ്മൾ ശരിയാക്കി എടുക്കൂട്ടാ. കാരണം നമ്മൾ ഈ പച്ചക്കറി വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വെറുതെ ഒരു ദിവസമായാലും ഇവരെടുത്ത് ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം ചായയുടെ മത വേഗം നനയ്ക്കായിരുന്നു കേട്ടോ. കല്യാണത്തിന്റെ 3-4 ദിവസം നന മാത്രം കൊടുത്തിരുന്നു. എനിക്ക് തീരെ ഇങ്ങോട്ട് വരാനും പറ്റിയിരുന്നില്ല. നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് പിന്നെ ഓടിപ്പോയി നോക്കും, അങ്ങനെ അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടത്തെ മുളക് ഇതാ പൊട്ടിക്കല് കഴിഞ്ഞു. ഇനി അവിടെ ഇനി ഇവിടെ നോക്കിയേ എന്താ ഇതേപോലെയാ. നമ്മളിന്ന് പണ്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 100 തൈകളെ വെച്ച് കൊടുത്തോണ്ടിട്ട് ഇവിടെ ഒരു അറ്റ വരെയാണ് നോക്കിയേ. നമ്മളത് ഫുള്ള് ക്യാമറയിൽ കാട്ടി തരാട്ടാ. നമ്മുടെ എന്താ പറയാ വീഡിയോ തുടങ്ങി കഴിഞ്ഞാ മുളക് പൊട്ടിക്കാത്ത ഒറ്റ വീഡിയോ ഇല്ലാത്ത പോലെയല്ലോ ഇപ്പൊ. ഈ കല്യാണ വീഡിയോ മാത്രം ഇടയിൽ വന്ന കാരണം മുളക് പൊട്ടിക്കൽ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ ഉണ്ട് പൊട്ടിക്കുമ്പോ. ഇത് മുളക് പൊട്ടിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടല്ല, ചെടികൾക്ക് ഇവിടുത്തെ ഈ മുളകിന്റെ തൈകൾക്ക് വലിയ കുഴപ്പം ബാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അവർക്കാണ് കൂടുതൽ ബാധിച്ചത്. മുളക് അതുമ്പോ നിന്നിട്ട് അവിടുത്തെ മുളകുമ്പോ നന്നായിട്ട് നിന്നുണങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊന്നും അത്രയ്ക്ക് ഉണക്കം ബാധിച്ചിട്ടില്ല. അത് നമുക്ക് പൊട്ടിക്കുമ്പോ തന്നെ അറിയാം, നമ്മുടെ തണ്ടിന് നല്ല ബലമുണ്ട്. വേഗം വേഗം വലിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ വേഗം വേഗം എനിക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റിയിരുന്നു. അവിടത്തെ ഒത്തിരി നമ്മുടെ പൊട്ടിക്കല് കഴിഞ്ഞൂട്ടാ. ഇപ്പൊ ഒരു 1-2 കടയും കൂടെയുള്ള പൊട്ടിക്കാനായിട്ട്. നമ്മുടെ മുളക് പൊട്ടിക്കല് കഴിഞ്ഞു. നോക്കിയേ, അയ്യോ ഒരു എണ്ണ മാത്രം അങ്ങനെ പൊട്ടിക്കും കിട്ടി എന്റെ കയ്യില്. പെട്ടെന്ന് പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കനം കുറവ് അവരുടെ ചില്ലകൾക്ക്. മറ്റേ റൗണ്ട് കൊട്ടയാണെങ്കിൽ ഇങ്ങനെ കൊഴിയില്ല, ഇത് മുറ എടുത്ത കാരണം. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മള് കാട്ടി തന്ന നമ്മുടെ ചതുരപ്പയറും അതേപോലെ തന്നെ നമ്മുടെ കുക്കമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് പോവാട്ടാ. ഇവിടെ കുക്കമ്പർ ഒരെണ്ണം പൊട്ടിച്ചാൽ മതി നമുക്ക്. 2 എണ്ണം നാളേക്കിട്ട് ഒന്ന് പൊട്ടിക്കാം.
കണ്ട വയറ്റിനോ കുട്ടും കേട്ടാ. മണ്ണിൽ കിടന്ന തേമ മണ്ണായി. ഇത് നമ്മുടെ ചതുരപ്പയർ കിട്ടുക. പെളി എല്ലാം അടക്കുമ്പോ അതിന്റെ ചില്ലൊക്കെ പൊടി ചതയും തൊടുമ്പക്കും ചതയും പെളി ഏത് തൊടവാ. അയ്യോ പുളിയുറുമ്പ് കൂട് അണങ്ങി. കുറച്ച് പുളിയുറുമ്പ് ഒരു കൂടുണ്ടായിരുന്നില്ലേ, അത് പെട്ടുപോയി. ഏറ്റവും വലിപ്പത് കയറുന്നുണ്ട്. അതെ, ഇവിടെ പുളിയുറുമ്പ് കൂട് ഈ ഒരു ഭാഗത്ത് ഞാൻ പൊട്ടിക്കണില്ല കേട്ടാ. ബാക്കി ചള്ള് നോക്കി പൊട്ടിക്കാം നമുക്ക്. കൊറേ മൂത്തിട്ടുണ്ട്, അതൊക്കെ മൂത്ത് പൊട്ടിക്കണില്ല. അപ്പൊ ഇത്രയും ചതുരപ്പയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. നമുക്ക് വീട്ടിൽ പോവാട്ടാ. നമ്മുടെ മുളകുണ്ടല്ലോ ഈ വഴിക്ക് തന്നെ നമ്മൾ വെയിലത്തിട്ടു കേട്ടാ. അപ്പൊ ഞാൻ ഇതാ അവിടുന്ന് പോകുമ്പോഴേ തന്നെ നമ്മുടെ മുന്നത്തെ മുളക് വെയിലത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് വെയിൽ കുറവാട്ടാ, ഒരു തണുത്ത കാലാവസ്ഥ പോലെയാണ് നിൽക്കുന്നത്. എങ്കിലും നമ്മള് ഇരിച്ചിടും, കാരണം വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ പിന്നെ മുളകിന്റെ ഒരു ചീച്ചില് വരേ. ആ ചാക്കോടി എടുക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്റ്റെപ്പ് മുളക് നമുക്ക് പൊടിപ്പിക്കാറായിന്ന്. അതാട്ടോ, അതൊക്കെ പൊടിപ്പിക്കാറായിട്ടുണ്ട്. കണ്ട നല്ല സൗണ്ടായി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി സമയം പിടിക്കട്ടെ പൊടിപ്പിക്കാനായിട്ട്. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വിശേഷങ്ങള്. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടാ.